സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാഴ്ചയൊന്ന് കാണുക. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റും മാലിന്യങ്ങളും തള്ളുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡിലേക്കാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റും തള്ളുന്നത്. ആ കാഴ്ചകളൊന്ന് കാണാം. PWD ഈ റോഡ് പഴയ PWD റോഡാണേ. അപ്പോൾ അത് ഇവിടെ ഈ വേസ്റ്റ് തള്ളുന്നതേ റോഡ് അടഞ്ഞു പോയില്ലേ. തൊട്ടപ്പുറത്ത് കാണുന്നത് വനംവകുപ്പിന്റെ സ്ഥലമാണ്. അതിന്റെ താഴെ അരിയിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഈ അരുവി മഴക്കാലമായി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് മലിനജലവും ഈ അരുവി വഴി കരിന്തിരി ആറ്റിലേക്ക് നിന്ന് അവിടുന്ന് പെരിയാറിലേക്ക് ഒഴുകും. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ കാട്ടാനകളുടെ ഒരു ആറാട്ട് തന്നെയാണ്. ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടി കാട്ടാനകൾ എത്തും. ഈ മലിനമായ വേസ്റ്റും മറ്റും ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആനകൾ കഴിച്ചിട്ട് അത് വഴിയരികിൽ ഈ പ്ലാസ്റ്റിക്കാണ് മുഴുവൻ അപ്പിയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് പഴയ ആലുവ മൂന്നാർ റോഡിന്റെ ഭാഗമാണ്. ആലുവ മൂന്നാർ റോഡാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം PWD അധികൃതർ ഇവിടെ ഈ റോഡ് സന്ദർശിക്കാനെത്തി. അപ്പോൾ നേരിട്ട് കണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിൽ നിന്നും തേയിലയും മറ്റുൽപ്പന്നങ്ങളും വളരെ വേഗത്തിൽ കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അന്നത്തെ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണികഴിപ്പിച്ച പഴയ ആലുവ മൂന്നാർ റോഡാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഈ റോഡ് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇന്നുള്ള ഭരണാധികാരികൾ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ചരിത്രത്തിലേക്ക് മൺമറഞ്ഞു പോയ ഈ പാത വീണ്ടെടുക്കേണ്ടത് ഒരു നാടിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ റോഡിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്.